നിലമ്പൂരിലേക്ക് പോവുകയാണ്. കാരണം ഇനി ജനവിധി അറിയാൻ 2 ദിവസം കൂടിയേ ഉള്ളൂ. മുന്നണികളൊക്കെ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ ആശങ്കയുമുണ്ട്. നഷ്ടപ്പെട്ട മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ 1500 മുതൽ 2000 വോട്ട് വരെയുള്ള ഭൂരിപക്ഷമൊക്കെ ലഭിച്ച് വിജയിക്കും എന്ന് LDFും കണക്ക് കൂട്ടുന്നുണ്ട്. നില മെച്ചപ്പെടുത്തുമെന്ന് NDA ക്യാമ്പും പറയുന്നു. ഇരു മുന്നണികളിൽ നിന്നുമായി 25,000-ലധികം വോട്ട് നേടുമെന്ന വിശ്വാസത്തിലാണ് PV അൻവറും. ശാന്തകുമാർ വെള്ളാലത്തോട് ചോദിക്കാം എങ്ങനെയാണ് അവസാനത്തെ കൂട്ടിക്കിഴിക്കലുകളെന്ന്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ജനവിധി അറിയാൻ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. എല്ലാ ക്യാമ്പുകളും വലിയ ടെൻഷനിലും ആകാംക്ഷയിലും ആശങ്കയിലും ഒക്കെ തന്നെയാണ്. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ? തുടക്ക സമയത്ത് അൻവർ, ഇപ്പം നമ്മളെ ആര്യാടൻ ഷൗക്കത്തിനോടൊക്കെ തിരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും ചോദിക്കുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ഫൈറ്റാണ്, UDFും LDFും തമ്മിലാണ് മത്സരം, പിന്നെ ചില സ്വതന്ത്രരും മത്സരിക്കുന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹം PV അൻവറിന്റെ പേരൊന്നും എടുത്ത് പറയാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 ക്യാമ്പിലും LDFിന്റെയും UDFിന്റെയും ക്യാമ്പുകളിലെ പ്രധാന ചർച്ചാ വിഷയം പോലും PV അൻവർ ആണ് എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് ശാന്തകുമാർ അവസാനവട്ട ചർച്ചകളും വിലയിരുത്തലുകളുമൊക്കെ? ഗുഡ് മോർണിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇരു മുന്നണികളിലും സ്ഥാനാർത്ഥിത്വവും PV അൻവർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഏതു വിധത്തിൽ ഉണ്ടാക്കി എന്നുള്ളതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് എല്ലാവർക്കും. അന്ന് അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും കാര്യമായി അതിനൊരു പ്രചരണം കൊടുക്കാൻ അൻവർ വലിയ ഒരു മുന്നണിയാണ്, അല്ലെങ്കിൽ അൻവർ വലിയ സ്വാധീന മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രചരണം നടത്താൻ ഇരു മുന്നണികളും ശ്രമിച്ചിരുന്നില്ല. അൻവറിന്റെ പേര് പോലും പറയാൻ ഇരു മുന്നണികളുടെ നേതാക്കന്മാർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ മുഴുവൻ. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞ് അന്ന് മുതൽ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തന്നെ PV അൻവർ ഒരു പ്രധാനപ്പെട്ട സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ഡലത്തിൽ. അത് അൻവർ കാര്യമായി വോട്ട് പിടിക്കും, അത് LDF നിന്നും UDF നിന്നും വോട്ട് പിടിക്കും എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും. അത് അവർ പുറത്ത്, LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ പുറത്ത് പറയുന്നത് LDFിൻ്റെ വോട്ട് പിടിക്കാൻ കഴിയില്ല, അത് UDFിൻ്റെ വോട്ടായിരിക്കും പിടിക്കുക എന്ന് അവർ പറയും. ഒപ്പം തന്നെ UDF പറയും അദ്ദേഹം LDFിൻ്റെ MLA ആയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് LDFിൻ്റെ വോട്ട് പിടിക്കാനേ സാധിക്കുള്ളൂ PV അൻവറിനെ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകളിൽ അത് വലിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. LDF തന്നെ കണക്ക് കൂട്ടി കണ്ടെത്തിയിരിക്കുന്നു, ഒരു 5000 വോട്ട് വരെ PV അൻവർ പിടിച്ചെടുക്കാൻ LDFിൻ്റെ വോട്ട് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ അത് UDFും അതുപോലെ തന്നെയാണ്. UDFിൻ്റെ സ്വാധീനമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളിലും PV അൻവറിന് മികച്ച സ്വാധീനമുണ്ട്. അത് വഴിക്കടവായാലും മൂത്തേടമായാലും അതുപോലെ തന്നെ എടക്കരയായാലും അവിടെയെല്ലാം ശരി ശാന്തകുമാർ, വിശദമായി വീണ്ടും ശാന്തകുമാറിലേക്ക് വരാം. ഈ നിലമ്പൂരിലെ അവസാന കൂട്ടിക്കിഴിക്കലുകൾ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ഈ എത്രയൊക്കെ ഇനി കൂട്ടിക്കിഴിച്ചാലും എത്രയൊക്കെ വിലയിരുത്തൽ നടത്തിയാലും അവസാനത്തെ ദിവസം ആ പെട്ടി തുറക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് നിലമ്പൂരുകാർ ചിന്തിച്ചതെന്ന്, അവർക്ക് ആരെയാണ് വേണ്ടത് എന്ന്.